നിങ്ങൾ പ്രോപ്പറായിട്ട് സ്പ്രെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡീസൻറ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് പോകാൻ പറ്റും എന്നൊരു കാര്യം പറയുന്നുണ്ട്. കമ്മിങ് ഡേയ്സിൽ ഈ ഒരു ഹൈയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് ഫൈനാൻസ് സെക്ടേഴ്സിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഫൈനാൻസ് സർവീസും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ക്ലബ്ബ് ചെയ്ത് നല്ലൊരു മൊമെന്റം ഇവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റും. കമ്മിങ് ഡേയ്സ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷ് തന്നെയാണ്. ഹായ് ഓൾ, ഇറ്റ്സ് മീ യുവർ അഹമ്മദ് അസറുദ്ദീൻ ഫ്രം ട്രേഡ്മാക്സ് അക്കാഡമി. ഓക്കെ ഗുഡ്. എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റ് ഈ ഒരു മാസം ഭയങ്കരമായിട്ടൊരു മൊമെന്റം തരുന്നത് മാസം ഒന്നുമല്ല. ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇന്ന് മാർക്കറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മീൻസ് മുകളിലോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഓവറോൾ ട്രെൻഡ് വൈസ് നോക്കുന്ന സമയത്ത് അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിലും ഒരു നേക്കഡ് ബൈ അല്ലെങ്കിൽ ഒരു നേക്കഡ് സെൽ ഒക്കെ ആയിരിക്കും. പക്ഷെ നേക്കഡ് ബൈ ചെയ്ത് ഒരു നല്ലൊരു പ്രോഫിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി റിസ്ക്കിയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻസിൽ. എല്ലാ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പ്രോപ്പറായിട്ട് സ്പ്രെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡീസൻറ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് പോകാൻ പറ്റും എന്നൊരു കാര്യം പറയുന്നുണ്ട്. സോ ഇന്ന് ബാങ്ക് നിഫ്റ്റി ഫൈനാൻസ് സെക്ടേഴ്സിലെല്ലാം നല്ലൊരു മൊമെന്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് ഒന്നും ഭയങ്കര മൊമെന്റം കാര്യങ്ങളൊന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു സൈഡ് വൈസ് റേഞ്ചിലായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തത്. നമുക്ക് ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്യേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട് അവർ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ്. ഓക്കെ, നിഫ്റ്റിയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരുന്നു. ആദ്യത്തെ 2 ക്യാൻഡിൽ നല്ലൊരു ബൈയിങ് പ്രഷറിന് ശേഷം ആ ഒരു ക്യാൻഡലിൻ്റെ ആ ഒരു ഹൈയും അതുപോലെ തന്നെ ഈ ഒരു ലോവിൻ്റെയും ബിറ്റ്വീനിലാണ് മാർക്കറ്റ് പിന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിലും ട്രെൻഡ് റിവേഴ്സൽ ആവണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഒന്ന് ബ്രേക്ക് ചെയ്താലേ ട്രെൻഡ് റിവേഴ്സൽ ആവത്തുള്ളൂ. അതുവരേക്കും മാർക്കറ്റിൽ ഒരു ബൈയിങ് പ്രഷറാണ് നമുക്ക് കാണാൻ കഴിയുക. കമ്മിങ് ഡേയ്സിൽ ഈ ഒരു ഹൈയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പക്ഷേ നല്ലൊരു മൊമെന്റത്തോട് കൂടിയിട്ടാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ടൈമിലും ക്ലോസിംഗ് ടൈമിലും ആയിരിക്കും ആ മൊമെന്റം വരിക. ആ ബിറ്റ്വീനിലുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞൊന്നും വരത്തില്ല. സോ അതൊരു സൈഡ് വേസ് റേഞ്ചിലായിരിക്കും അതെന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഇന്ന് ഫൈനാൻസ് സെക്ടേഴ്സിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി അണ്ടറിൽ വരുന്ന സ്റ്റോക്കുകളെല്ലാം നിങ്ങൾ പോയി ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ SBIയും അതുപോലെ തന്നെ കോട്ടക് ബാങ്ക്, ഈ പറയുന്ന ബാങ്കിങ് സെക്ടേഴ്സ് എല്ലാം ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് ബാങ്ക് നിഫ്റ്റി ഇന്ന് 1 വേ മൂവ്മെന്റോട് കൂടി മുകളിലോട്ട് പോകുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ കമ്മിങ് ഡേയ്സിലും ബാങ്ക് നിഫ്റ്റിയിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇനിയും നല്ല രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ബാങ്ക് നിഫ്റ്റിയിലുണ്ട്. സോ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ എന്ത് ചെയ്യുക, കമ്മിങ് ഡേയ്സിൽ കൺസിഡർ ചെയ്യുക. ഫിൻ സർവീസിൽ അധികം മൂവ്മെന്റ് വന്നില്ല. ആദ്യത്തെ 2 ക്യാൻഡിൽ നല്ലൊരു മൊമെന്റോ ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് സൈഡ് വേസിൽ മൂവ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വലിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നില്ല. കമ്മിങ് ഡേയ്സിൽ ഈ ഒരു ഹൈ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഹൈ പോയിന്റ് ഫിൻ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിലും നല്ലൊരു ആംഗിളറും അവിടെ ഒരു ബ്രേക്ക് ഔട്ട് വരുന്നുണ്ട്. സോ പ്രോപ്പറായിട്ട് അത് കൺസിഡർ ചെയ്യൂ. നല്ലൊരു ടാർഗറ്റ് നമുക്ക് മുകളിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സോ ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യൂ. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഫൈനാൻസ് സർവീസും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ക്ലബ്ബ് ചെയ്ത് നല്ലൊരു മൊമെന്റം ഇവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ കമ്മിങ് ഡേയ്സിൽ ഇതിന്റെ മുകളിൽ ഈ ഒരു 26,609 എന്ന് പറയുന്ന ഈ ഒരു ലെവലിന്റെ മുകളിൽ മാർക്കറ്റ് വന്നാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ബുള്ളിഷിലോട്ട് ട്രേഡ് എടുക്കുക. ബെയറിഷ് ആവണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ബെയറിഷിലോട്ട് മാറുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് എടുക്കുകയാണെങ്കിലും പക്കാ സൈഡ് വേസ് ആയിരുന്നു. മിഡ് ക്യാപ്പ് വലിയ മൊമെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് മിഡ് ക്യാപ്പ് എന്ന് പറയുന്ന സെക്ടേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റോക്കുകളിലും ട്രേഡ് ചെയ്യാൻ ഒന്ന് മാറി നിൽക്കൂ. കാരണം ആ സ്റ്റോക്സുകളും ഏകദേശം സൈഡ് വേസ് തന്നെ ആയിരിക്കും. സെൻസെക്സും നല്ല രീതിയിൽ മൊമെന്റം ഉണ്ടായിരുന്നില്ല. ഒരു സൈഡ് വേസ് റേഞ്ചിലാണ് സെൻസെക്സ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഇൻഡെക്സുകളിൽ നല്ല മൊമെന്റം വന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നത്. ബാക്കി സെക്ടേഴ്സ് എല്ലാം ഓവറോൾ അപ് ട്രെൻഡ് ആണെങ്കിലും മൊമെന്റം എന്ന് പറയുന്നത് കുറവായിരുന്നു. സോ ഇതാണ് നമ്മുടെ മാർക്കറ്റ് വ്യൂവും. കമ്മിങ് ഡേയ്സ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷ് തന്നെയാണ്, ബെയറിഷിലോട്ട് പോകുന്നില്ല.
വേരിയേഷനിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിൽ ട്രേഡ് എടുക്കാൻ നോക്കൂ. ട്രെൻഡിന് അഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യാൻ നിൽക്കണ്ട. ട്രെൻഡിന് അഗെയിൻസ്റ്റ് നിങ്ങൾ ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും സ്പ്രെഡ് യൂസ് ചെയ്യാൻ നോക്കൂ. ബുൾ കോൾ സ്പ്രെഡ്, ബുൾ പുട്ട് സ്പ്രെഡ്, ബിയർ കോൾ സ്പ്രെഡ്, ബിയർ പുട്ട് സ്പ്രെഡ് എന്ന് പറയുന്ന ഈ 4 സ്പ്രെഡ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു മാർക്കറ്റ് കണ്ടീഷൻസിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡെക്സിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. നല്ല രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യൂ, നല്ല വ്യൂ ബിൽഡ് ചെയ്ത് തന്നെ ട്രേഡ് ചെയ്യൂ. എല്ലാ ദിവസവും നമ്മുടെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് എന്ത് ചെയ്യുക, കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇൻഫോം ചെയ്താൽ മതി. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, ഡൺ ഫോർ ദി ഡേ. ബൈ ഓൾ.